Hello all, welcome to Roads to Missouri YouTube channel. UPSC Quizzer എന്ന ടെലഗ്രാം ചാനലിൽ നടന്ന മോഡേൺ ഇന്ത്യയുടെ തേർഡ് ടെസ്റ്റിൻ്റെ ആൻസർ അനാലിസിസ് വീഡിയോ ആണിത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രജാമണ്ഡൽസിനെ പറ്റിയാണ്. പ്രജാമണ്ഡൽ ഓർ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നത് നോൺ കോപ്പറേഷൻ്റെയും ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെയും ടൈമിലാണ്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. ഹോം റൂൾ മൂവ്മെൻറ്റിൻ്റെ ടൈമിലല്ല. Important rulers responsible, Balwant Rai Mehta, etc. This statement is correct. Option B. Next question. 28 months of Congress rule. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സിൽ ഒന്നെന്ന് പറയുന്നത് കമ്മ്യൂണൽ റൈറ്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പവറാണ്. കമ്മ്യൂണൽ റൈറ്റ്സിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സിനെയും പോലീസിനെയും അവർ സമീപിക്കുമായിരുന്നു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഫസ്റ്റ് വൺ ഇസ് റോങ്. കാരണം ദേ നെവർ ഡൈവേർട്ടഡ് ഫ്രം ഇറ്റ്സ് മെയിൻ ടാസ്ക് ഓഫ് ഫൈറ്റിംഗ് ഫോർ സെൽഫ് ഗവൺമെൻറ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ എൻഗേജ് ചെയ്തിരുന്നെങ്കിൽ പോലും. സോ ആൻസർ ഇസ് ബി. നെക്സ്റ്റ് വൺ വെർനാക്കുലർ പ്രസ് ആക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് തന്നെ വെർനാക്കുലർ പ്രസ് കൺട്രോൾ ചെയ്യാനാണ്, സെഡീഷ്യസ് റൈറ്റിംഗ് പണിഷ് ചെയ്യാനും റിപ്രസ് ചെയ്യാനും ഒക്കെ. ഇറ്റ് പ്രൊവൈഡഡ് ദ ഗവൺമെൻറ് വിത്ത് എക്സ്റ്റെൻസീവ് റൈറ്റ്സ് ടു സെൻസർ റിപ്പോർട്ട്സ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ ദ വെർനാക്കുലർ പ്രസ്. ദിസ് ഇസ് കറക്റ്റ്. ആൻഡ് ദി ആക്ഷൻ വാസ് ഫൈനൽ ആൻഡ് നോ അപ്പീൽ കുഡ് ബി മെയ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. കറക്റ്റ്. ഓപ്ഷൻ സി. ഫെയിലിയർ ഓഫ് ലെഫ്റ്റ് വിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. failed to show ideological and tactical flexibility, failed to make a deep study of Indian reality. The left invariably fought the dominant Congress on wrong issues and was forced to trail behind the leadership. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ഡി. മാപ്പിള റിവോൾട്ട്. മാപ്പിളാസ് എന്ന് പറയുന്നത് മലബാർ റീജിയണിലുള്ള മുസ്ലിം ടെനൻസ് ആണ്. മോസ്റ്റ് ഓഫ് ദി ലാൻഡ് ലോഡ്സ് വെ ഹിന്ദുസ്. ഇതൊരു ക്ലാസ് സ്ട്രഗിളാണ്. ലാൻഡ് ലോഡ്സ് ഒപ്രസ് ചെയ്യുന്നതിനെതിരെയുള്ളൊരു സ്ട്രഗിൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഇറ്റ് വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. യെസ്, ഓപ്ഷൻ സി. ലാൻഡ് റവന്യൂ 30% ഇൻക്രീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തപ്പോൾ ഉണ്ടായൊരു സ്ട്രഗിളാണ് ബർദോളി സ്ട്രഗിൾ. 1926 ജനുവരിയിലായിരുന്നത്. സോ ഓപ്ഷൻ എ ആണ്. അടുത്തത് തെലങ്കാന മൂവ്മെൻറ്റ് റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. തെലങ്കാന മൂവ്മെൻറ്റ് ഒരുപാട് പോസിറ്റീവ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി. വില്ലേജസിൽ കൊണ്ടുവന്ന് ഫോഴ്സ്ഡ് ലേബർ ഇല്ലാതാക്കി, അഗ്രികൾച്ചറൽ വേജസ് കൂട്ടി, ഇല്ലീഗലി സീസ് ചെയ്ത് വെച്ചിരുന്ന ലാൻഡ് റിസ്റ്റോർ ചെയ്തു, വിമനിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി, ഇറിഗേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തു, കോളറയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള മെഷേഴ്സും അഡോപ്റ്റ് ചെയ്തു. മെയിൻലി ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നത്. ഇവിടെ ആൻസർ ഡി. ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. Varda Scheme of Basic Education 1937. Zakir Hussain Committee formulated his detailed national plan for basic education. കറക്റ്റ് ആണ്. 1937 നാഷണൽ കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ വർദ്ധയിൽ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്തിരുന്നു. അവിടെ വെച്ചെടുത്ത റെസൊല്യൂഷൻ്റെ ബേസിസിൽ സക്കീർ ഹുസൈൻ ഒരു കമ്മിറ്റി ഫോം ചെയ്തു ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഒരു ഡീറ്റെയിൽഡ് നാഷണൽ സ്കീം, ലേണിംഗ് ത്രൂ ആക്ടിവിറ്റി എന്നതായിരുന്നു ആ സ്കീമിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. ബേസിക് ഹാൻഡിക്രാഫ്റ്റ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തു. സോ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഇനി അതിലുണ്ടായിരുന്ന മറ്റൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 7 years ഓഫ് സ്കൂളിംഗ് എന്നത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നാണ്. ക്ലാസ് 2 തൊട്ട് 7th വരെ ഹിന്ദിയിലാണ് ക്ലാസ് പറഞ്ഞിരുന്നത്, അതിനുശേഷം മാത്രം ഇംഗ്ലീഷിൽ. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് റോങ്. ഓപ്ഷൻ ബി. അടുത്തത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904. 1902 റാലെ കമ്മീഷൻ വാസ് സെറ്റപ്പ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീൻ്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് റോങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ വെ മെയ്ഡ് ലിബറൽ എന്നാണ്. ബട്ട് പ്രൈവറ്റ് കോളേജസിൻ്റെ അഫിലിയേഷന് വേണ്ടിയിട്ട് കണ്ടീഷൻ സ്ട്രിക്റ്റ് ആക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലായിരുന്നു. സോ ഓപ്ഷൻ ഡി. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അണ്ടർ ബ്രിട്ടീഷ് ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഓൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെയർ ഇൻ മിസറബിൾ കണ്ടീഷൻ എന്നാണ്. ഹെവി ടാക്സ് കാരണമൊക്കെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് സഫർ ചെയ്തിരുന്നു. ബട്ട് എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സും അങ്ങനെയല്ല. ബറോഡ, മൈസൂർ പോലുള്ളവ സഫർ ചെയ്തിരുന്നില്ല. എക്സെപ്ഷൻസ് ആണ്. അവിടെ അത്യാവശ്യം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനോട് പറഞ്ഞത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ കോൺഗ്രസിൻ്റെ പേരിൽ നടത്തരുത് എന്നാണ്. സോ ബോത്ത് ആർ റോങ്. ഓപ്ഷൻ ഡി. ഗാന്ധിജി ആൻഡ് കോൺഗ്രസ്മെൻ ഡ്യൂറിങ് 1934-37. 1934 ഗാന്ധിജി റിസൈൻ ചെയ്തു ആസ് ഹി റിയലൈസ്ഡ് ദാറ്റ് എ ലാർജ് സെക്ഷൻ ഓഫ് ഇൻ്റലിജൻസിയ ഫേവേർഡ് പാർലമെൻ്ററി പൊളിറ്റിക്സ്. ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഹിയർ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ സി. Government of India Act 1935. Act provided for the establishment of All India Federation excluding princely states. അല്ല, both British Indian provinces plus princely states ആണ്. So statement 1 is wrong. Second statement provincial autonomy. Elected ministers controlled all provincial department. True. Option B.
അടുത്തത് എവല്യൂഷൻ ഓഫ് ലോക്കൽ ബോഡീസ് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. മദ്രാസ് വാസ് ഫസ്റ്റ് സിറ്റി ടു ഹാവ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റിപ്പൺ ഇസ് കോൾഡ് ദ ഫാദർ ഓഫ് ലോക്കൽ ഗവൺമെൻറ്. കറക്റ്റ്. റോയൽ കമ്മീഷൻ ഓൺ ഡീസെൻട്രലൈസേഷൻ. ലോക്കൽ ബോഡീസിൻ്റെ ഫിനാൻഷ്യൽ പവർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. സോ ഓപ്ഷൻ എ. അടുത്തത് ക്രോണോളജിക്കൽ ഓർഡറാണ്. ഡേ ഓഫ് ഡെലിവറൻസ് 1936, ഓഗസ്റ്റ് ഓഫ് 1940, ക്രിപ്സ് മിഷൻ 1942 മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 ഓഗസ്റ്റ്, ഡയറക്റ്റ് ആക്ട് 1946. സോ ഓപ്ഷൻ എ. വെയ്വൽ പ്ലാനിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് റെക്കമെൻഡഡ് ഓൾ മെമ്പേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വെയർ ടു ബി ഇന്ത്യൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഓൾ അല്ല, എക്സെപ്റ്റ് ഗവർണർ ജനറൽ ആൻഡ് കമാൻഡർ ഇൻ ചീഫ്, ഓൾ മെമ്പേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വെയർ ടു ബി ഇന്ത്യൻ എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഓപ്ഷൻ എ. ഈ ക്വസ്റ്റ്യൻ നാഷണൽ ഫോറിൻ പോളിസിയുടെ തീംസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഹിയർ ഓപ്ഷൻ ഡി. ക്രിപ്സ് മിഷൻ. ക്രിപ്സ് വാസ് എ മെമ്പർ ഓഫ് വാർ ക്യാബിനറ്റ്. യെസ്. ക്രിപ്സ് മിഷൻ സെൻഡ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? USA, USSR, ചൈന അലൈസിൻ്റെ അറ്റാക്കും ജാപ്പനീസ് അറ്റാക്കും ഭയന്ന് ഇന്ത്യൻ സപ്പോർട്ടിന് വേണ്ടി വന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് എനി പ്രൊവിൻസ് യൂണിയനിൽ ജോയിൻ ചെയ്യാൻ വില്ലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഫോം എ സെപ്പറേറ്റ് യൂണിയൻ. കറക്റ്റ്. ഓപ്ഷൻ ഡി. ലാസ്റ്റ് വൺ, ഫസ്റ്റ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878 റിപ്പീൽഡ് ബൈ ലോർഡ് ലിട്ടൺ ആണ്. സോ ഓപ്ഷൻ ബി. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതിലെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. നെക്സ്റ്റ് ഫ്രൈഡേ ഈവനിങ് 5 മണിക്ക് ലൈവ് ടെസ്റ്റ് ഉണ്ടാകും. ഹിസ്റ്ററി ഫുൾ ടെസ്റ്റ് ആണ്. പ്ലീസ് ജോയിൻ വിത്ത് അസ്. താങ്ക് യു സോ മച്ച്.